السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ വളരെ മഹത്തായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ റമളാനിൻ്റെ ഓരോ പകലും രാത്രിയും നമ്മെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാനും നിങ്ങളും റമളാനിൻ്റെ ആദ്യത്തിൽ കാണിച്ച ആവേശവും ആദ്യത്തിൽ ഉണ്ടായിരുന്ന ഉന്മേഷവും കൂടുതൽ കാണിക്കേണ്ട സമയമാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതുപോലൊരു പരിശുദ്ധ റമളാനിൽ ഹിജ്റ 2-ാം വർഷം സംഭവിച്ച വളരെ മഹത്തായ മുസ്ലിമീങ്ങൾക്ക് എന്നും അഭിമാനവും ആവേശവുമായ യുദ്ധമാണ് ബദർ യുദ്ധം. ബദറിൻ്റെ ചരിത്രം അതോർക്കുമ്പോൾ ഓരോ മുസ്ലിമിനും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ള അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി, അതിനുള്ള കാരണം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ബദർ എന്നാൽ യൗമുൽ ഫുർഖാൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിനമായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ബദറിന്റെ അന്ന് ബദറിന്റെ രണാങ്കണത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഹായം നൽകി. നിങ്ങളാവട്ടെ എണ്ണത്തിൽ, ആയുധബലത്തിൽ, ശാരീരികമായി എല്ലാ അർത്ഥത്തിലും ദുർബലരാണ്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. സഹോദരങ്ങളെ, ബദറിന്റെ ചരിത്രം, ആ ബദറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമായിരുന്നില്ല അതിൻ്റെ തുടക്കം. മറിച്ച് അബൂ സുഫിയാൻ, അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു. അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിലുള്ള ഷാമിൽ നിന്ന് വരുന്ന ഒരു കച്ചവട സംഘത്തെ പിടികൂടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഉണ്ടായിരുന്നത്. അതെന്തെന്നാൽ മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തിയ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിറുകളായ മക്കയിൽ നിന്ന് വന്ന ആളുകളെ, സഹാബിമാരെ, അവിടെയുള്ള ആളുകൾ, ഖുറൈശികൾ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അവർ അന്ന് അവിടെ നിന്ന് പലായനം ചെയ്തു വരുമ്പോൾ അവരുടെ സമ്പത്ത് അതിലൊന്നുപോലും എടുക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല, മുശ്രിക്കുകൾ. അങ്ങനെ സഹാബികൾക്ക് അവകാശപ്പെട്ട, അവർക്ക് അർഹതപ്പെട്ട അവരുടെ സമ്പത്ത് അത് ഈ ആളുകളുടെ കൈകളിലായിരുന്നു. ആ സമ്പത്ത് കൊണ്ടും അവരുടെ കൈകളിലുള്ളത് കൊണ്ടും വീണ്ടും വീണ്ടും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഖുറൈശികളുടെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതുമായ സമ്പത്ത് കൊണ്ടുവരികയായിരുന്നു ഷാമിൽ നിന്ന് വരുന്ന കച്ചവട സംഘം. അവരെ പിടികൂടാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങി പുറപ്പെട്ടിരുന്നത്. അതാണ് സഹോദരങ്ങളെ ബദറിന്റെ പശ്ചാത്തലം. എന്നാൽ അബൂ സുഫിയാനും കൂട്ടർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റൊരു വഴിയിലൂടെ മക്കയിൽ സുരക്ഷിതമായി എത്തുകയുണ്ടായി. പക്ഷേ ഈ വിവരമറിഞ്ഞ അബൂജഹലും കൂട്ടരും, അഹങ്കാരികളായ ഖുറൈശികൾ, അവർ പറഞ്ഞു, ഇതൊരവസരമാണ്, അങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, ഇതോടുകൂടി മുഹമ്മദിനെയും സംഘത്തെയും നശിപ്പിക്കണം, ഉന്മൂലനം ചെയ്യണം, നമുക്ക് പുറപ്പെടാം. അങ്ങനെ അവർ 1000-ഓളം വരുന്ന സംഘം ബദറിന്റെ മണ്ണിലേക്ക് പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമാവട്ടെ ഒരു യുദ്ധത്തിനു വേണ്ടിയായിരുന്നില്ല പുറപ്പെട്ടത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അവരുടെ അടുക്കൽ ആൾബലവും ആയുധബലവും എല്ലാം കുറവായിരുന്നു. പൊതുവെ ചരിത്രത്തിൽ കാണാം 313 അതല്ലെങ്കിൽ 317ഓളം വരുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ. 2 കുതിരകളും 70ഓളം ഒട്ടകങ്ങളും മാത്രമായിരുന്നു അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നത്. എല്ലാ അർത്ഥത്തിലും ദുർബലരായിരുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു സംഘത്തിനാണ് വലിയ വിജയം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ, അബൂജഹലിന്റെയും സംഘത്തിന്റെയും എണ്ണം അന്വേഷിക്കാൻ ആളുകളെ പറഞ്ഞയച്ചു. അവർ വന്നുകൊണ്ട് പറഞ്ഞു, ഒരുപാട് ആളുകളുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കം യൻഹറൂന കുല്ല യൗം, അവരുടെ എണ്ണം കിട്ടാൻ എത്രയാണ് അവർ ഒരു ദിവസം അറുക്കുന്നത്, എത്ര ഒട്ടകങ്ങളെയാണ് അവർ അറുക്കുന്നത്? വന്ന ആളുകൾ പറഞ്ഞു, അവർ യൗമൻ 9 വ യൗമൻ 10, ഒരു ദിവസം 9 അതല്ലെങ്കിൽ 10 അങ്ങനെ ഒട്ടകങ്ങളെ അറുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൗമു മാ ബൈന 900 ഇല 1000, 900 മുതൽ 1000 വരെ വരുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അതാണ് സഹോദരങ്ങളെ 1000-ഓളം വരുന്ന സംഘമുണ്ട്, ആളുകളുണ്ട് എന്ന് പറയാനുള്ള കാരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരുമാവട്ടെ സഹാബികളുമാവട്ടെ 300 ചില്ലാനം വരുന്നവർ മാത്രമാണ്. അഥവാ ധാരാളം വലിയ വ്യത്യാസമുണ്ട് അവർക്കിടയിൽ. ആ രണ്ട് സംഘങ്ങൾക്കിടയിലുള്ള വ്യത്യാസം ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നേരത്തെ പറഞ്ഞതുപോലെ 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, ദുർബലരായ സഹാബികൾ, ആയുധം പോലും ഇല്ലാത്തവർ, നല്ല രൂപത്തിലുള്ള ആയുധമോ ഒന്നുമില്ലാത്തവർ. മറുഭാഗത്താവട്ടെ 1000-ഓളം വരുന്നവർ, ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് കുതിരകൾ, അവർക്ക് തിന്നാനുണ്ട്, ഉടുക്കാനുണ്ട്, നർത്തകിമാരുണ്ട്, കുടിച്ചു കൂത്താടാൻ മദ്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും സർവസന്നാഹമാണ്. അതാ സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണം ഒരുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വ ഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യൻ കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ വീട്ടിൽ നിന്ന് ഹക്കായിക്കൊണ്ട് സത്യപ്രകാരം നാം പുറത്തേക്ക് കൊണ്ടുവന്നു, അഥവാ ഈ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് നയിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുവാനാണ്. അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളിൽ അഥവാ സഹാബികളിൽ ചിലർക്ക് അതിനോട് അനിഷ്ടമുണ്ടായിരുന്നു. എന്തിനാണ് നബിയെ, യുദ്ധം വേണോ എന്ന അർത്ഥത്തിൽ സഹാബികളിൽ ചിലർ അഭിപ്രായം പറഞ്ഞിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വേള തർക്കിക്കുന്ന രൂപത്തിലായിരുന്നു അവർ ചോദിച്ചിരുന്നത്. നബിയെ, യുദ്ധം വേണോ? ബദറിലേക്ക് പോകണോ? തിരിച്ചുപോയി കൂടെ എന്ന അർത്ഥത്തിൽ സംസാരമുണ്ടായി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാരണം മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ്. ദുർബലരായ സാധുക്കളായ സഹാബികൾ 1000-ഓളം വരുന്ന ആളുകളോട് പോരാടുക എന്ന് പറഞ്ഞാൽ എവിടെ വിജയം? മരിക്കുവാൻ തയ്യാറായി മരണം മുന്നിൽ കണ്ട് പോകുന്നത് പോലെയാണ്. എന്നാൽ അല്ലാഹു അതാ ഓർമ്മപ്പെടുത്തുന്നു, വൈദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാതി ശൗക തകൂനു ലക്കും വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ കച്ചവട സംഘം, അതല്ലെങ്കിൽ ഈ പറയുന്ന 1000-ഓളം വരുന്ന സംഘം. യുദ്ധമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ നേടിയെടുക്കണമെന്നായിരുന്നു മുഅ്മിനീങ്ങളിൽ ചിലർ വിചാരിച്ചിരുന്നത്. പക്ഷേ അല്ലാഹു തആല അവന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അത് സത്യപ്പെടുത്താൻ, അത് സത്യമായി പുലർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ കാഫിറുകളുടെ, നിഷേധികളുടെ, അഹങ്കാരികളായ ഖുറൈശികളുടെ മുരട് മുറിച്ചു കളയാനും അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞു. അതാണ് അല്ലാഹു അതുകൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതിനാണ് സഹോദരങ്ങളെ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിയത്. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലാതി കൂടി അവിടുന്ന് അതാ സഹാബത്തിനോട് കൂടിയാലോചിക്കുന്നു. സഹാബത്തിനോട് കൂടിയാലോചിച്ചു. എല്ലാവരും പറഞ്ഞു, നബിയെ, ഞങ്ങൾ തയ്യാറാണ്. ഇംലിമാ അമറക അല്ലാഹു ബി, നബിയെ, അല്ലാഹു കൽപ്പിച്ചതുപോലെ താങ്കൾ മുന്നേറുക. ഫനഹ്നു മഅക്, ഞങ്ങൾ കൂടെയുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസ, മൂസാ നബിയോട് ബനൂ ഇസ്രായേലിയർ പറഞ്ഞതുപോലെ നബിയെ, അല്ലാഹുവാണ് അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല. എന്താണ് ബനൂ ഇസ്രായേലിയർ പറഞ്ഞത്? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ബനൂ ഇസ്രായേലിയർ മൂസയോട് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയോട് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് അങ്ങ് മുന്നേറുക, ഞങ്ങൾ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഒരർത്ഥത്തിൽ സന്തോഷമായി. പക്ഷേ അവിടുത്തെ സന്തോഷം പൂർത്തിയായില്ല. കാരണം ഈ പറഞ്ഞതൊക്കെ മുഹാജിറുകളാണ്, മക്കക്കാരാണ്.
മദീനക്കാരുടെ മറുപടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്നത്. മദീനക്കാർ ഒന്നും മിണ്ടാത്തത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ഒരു ആശങ്ക, ആവലാതിയുണ്ട്. വീണ്ടും വീണ്ടും അവിടുന്ന് ആവർത്തിച്ച് അവരോട് ചോദിച്ചു, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ, സഹാബികളെ, ഒരു തീരുമാനം പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനക്കാരനാണ്, അൻസാരിയാണ്. അദ്ദേഹം ചോദിച്ചു, വല്ലാഹി ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത് നബിയെ. അഥവാ ഈ ചോദ്യം ഞങ്ങളോടാണ്, മദീനക്കാരോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, നിങ്ങളോട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഖദ് ആമന്നാ ബിക്, നബിയെ, താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വസദ്ദഖ്നാക, താങ്കളെ നാം സത്യപ്പെടുത്തിയിരിക്കുന്നു. വശഹിദ്നാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് ഹഖാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാസീഖനാ അലാ സമഇ വത്താഅ, ആ കാര്യത്തിൽ കേൾക്കാനും അനുസരിക്കാനും ഞങ്ങൾ അങ്ങേക്ക് ഉടമ്പടിയും കരാറും നൽകിയിരിക്കുന്നു നബിയെ, ഞങ്ങൾ അതിന് തയ്യാറാണ്. ഫംദി യാ റസൂലല്ലാഹ് ലിമാ അറത, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മുന്നോട്ട് ഗമിച്ചാലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, ഏതൊരുവനാണോ താങ്കളെ റസൂലായി നിയോഗിച്ചത് ആ അല്ലാഹു തന്നെ സത്യം. ഇൻ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹ്റ ഫഖുൽതഹു ലഖുദ്നാഹു മഅക്, ഈ കടല് കാണിച്ച് അങ്ങ് അതിലേക്ക് എടുത്തു ചാടിയാൽ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളും അങ്ങയോടൊപ്പം ആ കടലിൽ ചാടും. മാ യതഖല്ലഫു മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളിൽ ഒരാൾ പോലും പിന്തി നിൽക്കുകയില്ല നബിയേ. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദൻ, നാളെ ശത്രുവിന്റെ മുന്നിൽ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധവും ഒരു വെറുപ്പുമില്ല നബിയേ. ഇന്നാ ലസുബ്റുൻ ഇൻദൽ ഹർബ്, യുദ്ധവേളയിൽ ഞങ്ങൾ തീർച്ചയായും ക്ഷമിക്കുന്നവരാകുന്നു. സുദുഖുൻ ഇൻദൽ ലിഖാ, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ സത്യസന്ധമായി നിലകൊള്ളുകയും ചെയ്യും നബിയേ. വലഅല്ലല്ലാഹ അൻ യുരിയക മിന്നാ മാ തഖറ ബിഹി ഐനുക, താങ്കൾക്ക് കൺകുളിർമയുണ്ടാകുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. ഫസിർ ബിനാ അലാ ബറകത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ഞങ്ങളോടൊപ്പം മുന്നോട്ട് ഗമിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി, അവിടുത്തേക്ക് ഉന്മേഷമായി. അവിടുന്ന് പറഞ്ഞു, സീറു അലാ ബറകത്തില്ലാഹ് വഅബ്ശിറു, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, നിങ്ങൾ മുന്നോട്ട് ചെല്ലുക, യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുക. ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ, രണ്ടാൽ ഒരു സംഘം അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വല്ലാഹി ലകഅന്നിൽ ആന അൻദുറു ഇലാ മസാരിഇൽ ഖൗം, അല്ലാഹുവാണ് ഖുറൈശികളിലെ തലതൊട്ടപ്പന്മാർ ഇതാ ഇന്ന സ്ഥലങ്ങളിൽ ചത്തുവീഴുമെന്ന് ഞാനിതാ ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുകയാണ്. സഹോദരങ്ങളെ, ബദർ ഒരുങ്ങുകയാണ്. ബദറിന്റെ അന്ന് രാത്രിയിലതാ, നാളെയാണ് യുദ്ധം. അന്ന് രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക്, സഹാബികൾക്ക് ആ വെപ്രാളത്തിന്റെ, ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നല്ല ഒരു മയക്കം നൽകുകയുണ്ടായി. ഇത് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ, അല്ലാഹുവിൽ നിന്നുള്ള നിർഭയത്വമായി കൊണ്ട് അവർക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ മയക്കം നൽകുകയാണ്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, അതുപോലെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയുണ്ടായി. ലിയുതഹിറകും ബിഹി, നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ, അവർക്ക് ശുദ്ധിയാവാൻ. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പിശാചിൽ നിന്നുള്ള ദുർബോധനത്തെ പോക്കിക്കളയുവാൻ. വലിയർബിത അലാ ഖുലൂബിക്കും, ഹൃദയങ്ങൾക്ക് നല്ല ഉറപ്പ് ലഭിക്കാൻ. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, പാദങ്ങൾ ഉറച്ചു നിൽക്കാൻ. അഥവാ ആ മഴ പെയ്തതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും നിൽക്കുന്ന മണ്ണ് പാകപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, അതാ ബദർ അതിന്റെ തലേ ദിവസം രാത്രി സഹാബികൾക്കുണ്ടായതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാത്രിയിൽ അതാ
പ്രാർത്ഥിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഈ സംഘത്തിനു വേണ്ടി. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ അവർ ചെരുപ്പില്ലാത്തവരാണ് റബ്ബേ, നീ അവരെ ചുമക്കണേ, അഥവാ നീ അവർക്ക് സഹായം നൽകണേ നടക്കാൻ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുവേ അവർ നല്ലപോലെ വസ്ത്രം ധരിക്കാനില്ലാത്തവരാണ് റബ്ബേ, നീ അവർക്ക് വസ്ത്രം നൽകണേ, നീ അവരെ ധരിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഅഹും, അല്ലാഹുവേ അവർ വിശന്നു പട്ടിണിയിലായവരാണ് റബ്ബേ, നീ അവർക്ക് വിശപ്പകറ്റി കൊടുക്കണേ റബ്ബേ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ പോയി അവിടുത്തെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ പ്രാർത്ഥന കാണാം വീണ്ടും. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ നിറവേറ്റി നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ നൽകണേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം, അല്ലാഹുവേ മുസ്ലിമീങ്ങളായ ഈ കൊച്ചു സംഘം, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ തുഅബദ് ഫിൽ അർദ്, റബ്ബേ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുവാൻ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക മുനാശദതുക റബ്ബക്, അങ്ങയുടെ റബ്ബിനോട് ദുആ ചെയ്തത് ചോദിച്ചത് മതി നബിയെ, ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വാഗ്ദാനം ചെയ്തത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. എന്നാൽ സഹോദരങ്ങളെ, മറുപക്ഷത്തുള്ള ടെന്റിൽ പാട്ടും കൂത്തും ഡാൻസും കുടിച്ചു കൂത്താടി കണ്ണുകൾ ചുവന്ന് അഹങ്കാരത്തിന്റെ ഉച്ചിയിൽ നിൽക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതാ അല്ലാഹു ആയത്തിറക്കുന്നു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സഹായം ഇറക്കുന്നു. അഥവാ ബദരീങ്ങളുടെ ബദറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും പ്രാർത്ഥനക്കുള്ള ഉത്തരം, സഹായം വന്നെത്തുകയാണ്. അല്ലാഹു മലക്കുകളെ അയക്കുന്നു. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ നിങ്ങളുടെ റബ്ബിദാ നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. തുടരെ തുടരെ ആയിരക്കണക്കിന് മലക്കുകളെ അയച്ച് നിങ്ങളെ സഹായിക്കാം. അതാ മലക്കുകൾ വരുന്നു. ബദറിന്റെ മണ്ണിൽ മലക്കുകൾ പിന്നെ യുദ്ധം ചെയ്യുകയാണ് സഹാബികളുടെ കൂടെ. സഹാബത്ത് പറയുകയാണ്, ശബ്ദം കേൾക്കുന്നു, അഖ്ദിം ഹൈസൂം, മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ കുതിരകളെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അതാ ഒരാൾ ശത്രുവിനെ കാണുന്നു, വെട്ടാൻ നോക്കുമ്പോഴേക്കും അയാളുടെ പിരടി, ശിരസ് കഴുത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. അങ്ങനെ സഹാബികൾ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. ബന്ദികളെ പിടിച്ചു കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇതാ ഞാനാണ് പിടിച്ചുകൊണ്ടുവന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിടിക്കപ്പെട്ടയാൾ പറയുന്നു, അല്ല ഇയാളല്ല, വേറൊരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുണ്ടല്ല, അത് മലക്കാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ബദറിന്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചു സഹായിക്കുകയാണ്. സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണം ഒരുങ്ങിയതും ആ ബദറിൽ പിന്നീട് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചതും അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, മുഅ്മിനീങ്ങളുടെ ഈമാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് ആ മക്ക രാജ്യത്തെ ഭരണം ചോദിച്ചതിനോ അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതിനോ അവരെ നാടുകടത്തിയതല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക്, മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് അവർക്ക് പകയുണ്ടായത്. അതിന്റെ പേരിലാണ് പിന്നീട് ബദർ, ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം, അതിന്റെ രണാങ്കണം ഒരുങ്ങിയത്. ആ ചരിത്രം ചുരുങ്ങിയ രൂപത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ കേട്ടത്. ആ ബദറിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് സഹായം നൽകുകയാണ്. ഈമാൻ അതാണ് അവർക്ക് നൽകിയ അവർക്ക് സഹായത്തിനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തതുപോലെ തന്നെ അബൂജഹലും അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ചരിത്രത്തിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹിം വആതാനാ ബിമാ ലാ യുഅറഫ് ഫഅഹിൻഹു അൽഗദാത. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബബന്ധം മുറിച്ചു, ഞങ്ങൾക്ക് പരിചയമില്ലാത്തതുമായി അവൻ കടന്നു വന്നു, നാളെയുടെ പ്രഭാതത്തിൽ അവനെ നീ നശിപ്പിക്കണേ. ആരെക്കുറിച്ചാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അബൂജഹൽ പ്രാർത്ഥിക്കുന്നു. ആരോട്? അല്ലാഹുവിനോട്. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് നിന്ന് അല്ലാഹുവിനോട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങൾ ദുആ ചെയ്യുന്നു, മറുപക്ഷത്ത് ബദരീങ്ങളുടെ ശത്രുവായ അബൂജഹലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പിന്നെന്തിനാണ് പ്രിയമുള്ളവരെ ബദറുണ്ടായത്? പിന്നെന്തായിരുന്നു ബദറിന്റെ പിന്നിലുള്ള കാര്യം? അതാ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നൽകിയിരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ അടക്കമുള്ള ആളുകളുടെ വാദം എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് പുറമെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ലാത, മനാത, ഉസ്സ തുടങ്ങി മഹാന്മാരും കൂടെ വേണം. അവരെ അല്ലാഹുവിന് പുറമെ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുമെന്ന വിശ്വാസത്തോടെ, അല്ലാഹുവിലേക്ക് നമ്മുടെ ശുപാർശക്കാരാണ് എന്ന വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നായിരുന്നു പാരമ്പര്യവാദക്കാരായ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ, ഖുറൈശികളുടെ വാദം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി അല്ലാഹു പറഞ്ഞയച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ്. അവനല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടുള്ളതല്ല. ആരാധനയുടെ ഒരു അംശവും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടുള്ളതല്ല. ഇബാദത്തിൽപ്പെട്ടതാണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്ന തൗഹീദ് അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. തൗഹീദും ശിർക്കുമായിരുന്നു അവിടെ പോരാട്ടം നടന്നിരുന്നത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവും മഹാന്മാരുമെന്ന് അബൂജഹൽ. നമ്മൾ ആരോടൊപ്പം നിൽക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിൽ ശരിയായ കക്ഷി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ബദരീങ്ങളാണ് ശരിയുടെ പക്ഷമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളുടെ ആദർശമായ തൗഹീദ് അത് നെഞ്ചേറ്റാനാണ് ഞാനും നിങ്ങളും ഈ സന്ദർഭത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബദറിന്റെ ചരിത്രം അയവിറക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ സഹോദരങ്ങളെ, തൗഹീദിന്റെ പ്രാധാന്യം, ശിർക്ക് എത്രമാത്രം നിന്ദ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അള്ളാഹു സഹായിച്ചത് മുസ്ലിമീങ്ങളെയാണ്, തൗഹീദിന്റെ വക്താക്കളെയാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധന പാടുള്ളൂ എന്ന് പറഞ്ഞ ബദരീങ്ങളെയാണ് അള്ളാഹു സഹായിച്ചത്. എന്നാൽ ശിർക്കിന്റെ ആളുകളെ അള്ളാഹു അവിടെ വെച്ച് മുറിച്ചു കളഞ്ഞു. ഖുറൈശികളിലെ വലിയ വലിയ നേതാക്കന്മാർ, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടങ്ങിയ വലിയ വലിയ തലതൊട്ടപ്പന്മാർ ആ ബദറിന്റെ മണ്ണിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ബദരീങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. ബദരീങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്യണമെന്നാണ്. ബദറിന്റെ മണ്ണ് അങ്ങേയറ്റം പ്രയാസമുള്ള ആ സന്ദർഭത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ അവർ കാണിച്ചു തന്നത് അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അനുസരണവും അല്ലാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കലും റബ്ബിന് വേണ്ടി പരിപൂർണമായി കീഴൊതുങ്ങലും എല്ലാം ഈ ബദരീങ്ങളുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാർഗത്തിലായി ജീവിച്ചു മരിക്കാൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ബദറിന്റെ ചരിത്രം
എന്നും മുസ്ലിമീങ്ങൾക്ക് ആവേശമാണ് എന്ന് പറയാനുള്ള കാരണം അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത് തൗഹീദാണ്. മാത്രമല്ല ഭൗതിക അളവുകോൽ കൊണ്ട് നോക്കിയാൽ പരാജയം മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു സന്നാഹവുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ദുർബലരായ ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയത് അവരുടെ ഈമാൻ കാരണത്താലാണ്, അവരുടെ അചഞ്ചലമായ തൗഹീദാണ്. ആ ബദറിന്റെ മണ്ണിൽ അവർ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. പ്രയാസം നേരിടുമ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പണ്ഡിത പുരോഹിത വേഷധാരികൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. വല്ലാത്ത പ്രയാസം ബാധിച്ചപ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ച് കരഞ്ഞു എന്ന് വലിയ വലിയ തങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. ബദറിന്റെ മണ്ണിൽ നമ്മുടെ സഹാബത്ത് ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും, അവരുടെ നേതാവ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിനോട് മാത്രമാണ്. ഒരു മഹാന്മാരെയും അവർ വിളിച്ചില്ല, ഒരു അമ്പിയാക്കളെയും അവിടെ ഹാദിറാക്കിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാനുള്ളത്, ഇസ്തിഗാസ ചെയ്യാനുള്ളത്, ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാനുള്ളത്, ഇസ്തിഗാസ ചെയ്യാനുള്ളത് അല്ലാഹുവിനോട് മാത്രമാണ്. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് ഒരു പടപ്പിനോടും ചോദിക്കാൻ പാടുള്ളതല്ല എന്ന ചരിത്രത്തിന്റെ വളരെ മഹത്തായ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ കേട്ടത്. അവർക്ക് സഹായം ലഭിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നമുക്ക് പ്രതാപവും സഹായവും ലഭിക്കണോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന അവന്റെ ദീനിന്റെ അടിസ്ഥാനമായ തൗഹീദ്, ബദരീങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, അത് നാം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ ന്യൂനപക്ഷമാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കണം. എങ്കിൽ സഹായം അള്ളാഹു അയക്കും. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഒരിക്കലും നിന്ദിക്കപ്പെടുകയില്ല, ഒരിക്കലും നിന്ദരായി പോവുകയില്ല. മറിച്ച് അന്തസ്സിന്റെ പ്രതാപത്തിന്റെ ഉച്ചയിൽ നിൽക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കും. അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, വിലയിരുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ തൗഹീദിന്റെ കാര്യം എവിടെയാണ് മുസ്ലിം സമുദായം? ജാറങ്ങളായ ജാറങ്ങൾ, മഖബറകൾ, ദർഗകൾ ഇന്ന് ഉയർന്നു നിൽക്കുന്നത് ഈ തൗഹീദിന് വിരുദ്ധമാണ്. ഇതാ 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞ് നടത്തപ്പെടാറുള്ള ആണ്ടിൽ അന്ന് പാടുന്ന വരികളിൽ ഏതൊരു ബദരീങ്ങളാണോ അള്ളാഹുവിനോട് ദുആ ചെയ്തത് അതേ ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്നു. യാ അഹ്ല ബദ്ര ശുഹദാ എന്ന് വിളിച്ച് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ, എങ്ങനെ ബദരീങ്ങളുടെ ആളുകളായി നമ്മൾ മാറും? എങ്ങനെ ബദരീങ്ങളോടുള്ള സ്നേഹമായി തീരുമത്? മറിച്ച് ബദരീങ്ങളോടുള്ള സ്നേഹം വേണോ? യഥാർത്ഥത്തിലുള്ള ബദരീങ്ങളോടുള്ള സ്നേഹം എന്താണ്? ബദരീങ്ങൾ വരച്ചു കാണിച്ച മാർഗം മുറുകെ പിടിക്കലാണ്. അത് തൗഹീദാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിക്കലാണ്. ഇദാ മജ്ലിസുൻ നൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പാടി പിന്നീട് വിളിക്കുന്നത് മുഴുവനും ബദരീങ്ങളെയാണ്. ബദരീങ്ങൾ പഠിപ്പിച്ചു റബ്ബിനെ വിളിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നു ബദരീങ്ങളെ. ഒന്ന് കാല് തെറ്റി വീഴുമ്പോഴും ബദരീങ്ങളെ കാവലെന്ന് വിളിക്കുന്നു. ബദരീങ്ങൾ ബദറിന്റെ മണ്ണിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനെ വിളിച്ചു കാണിച്ചു തന്നാൽ പ്രിയമുള്ളവരെ, ബദരീങ്ങളോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങളായ നമ്മൾ ആരെ വിളിക്കണം? ആ ബദരീങ്ങളെയാണോ? ഒരിക്കലുമല്ല, മറിച്ച് ബദരീങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെയാണ്. അതാണ് ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇസ്തിഗാസ ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ, വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ, മുഖാമുഖങ്ങൾ നടത്തുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബദരീങ്ങൾ ഇസ്തിഗാസ ചെയ്തത് അള്ളാഹുവിനോടാണ് എന്നിരിക്കെ ഇവിടെ ബദരീങ്ങളോട് ഇസ്തിഗാസ ചെയ്യാൻ വെമ്പൽ കൊള്ളുകയാണ് പ്രിയമുള്ളവരെ. പറയുക, ആരുടെ സ്നേഹമാണ് യാഥാർത്ഥ്യം? ആരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം? ബദരീങ്ങളുടെ ആദർശമാണോ ശരി? അതാണോ സത്യം?
എങ്കിൽ അതിൽ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയില്ല, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലില്ല. മറിച്ചത് ബദരീങ്ങളുടെ ശത്രുക്കളുടെ അബൂജഹലിന്റെ ആദർശമാണിത്. നോക്കൂ നിങ്ങൾ, അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നെന്താണ് പ്രശ്നം? ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, ഒരു മാത്രത്തിലാണ് പ്രശ്നം. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന, അല്ലാഹുവിനോട് മാത്രം എന്നതാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം. അതാണ് നമ്മുടെ ആദർശം, അതായിരിക്കണം നമ്മുടെ ആദർശം. അതാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത്. ബദരീങ്ങളോടുള്ള സ്നേഹം അതിലൂടെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത്. അവർ വരച്ചു കാണിച്ച ആദർശത്തിൽ അതിലായി ജീവിക്കലാണ് അവരോടുള്ള സ്നേഹം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബദരീങ്ങളോടുള്ള സ്നേഹമാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത്. അവരുടെ ചരിത്രം നമുക്ക് ആവേശവും സ്നേഹവും ആഹ്ലാദവും ഒക്കെ ആയിത്തീരുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, ബദരീങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. അങ്ങനെ വെറുത്താൽ അവർ മുസ്ലിമീങ്ങളല്ല. ബദരീങ്ങളെ വെറുത്തവൻ മുസ്ലിമല്ല, അവന്റെ ഈമാനിൽ പ്രശ്നമുണ്ട്. ബദരീങ്ങളോടുള്ള സ്നേഹം അത് തൗഹീദ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ ബദരീങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദീൻ അത് ശരിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയവർക്ക് അള്ളാഹു സത്യത്തിന്റെ പാത തുറന്നു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. അതിലേക്ക് അള്ളാഹു ഹൃദയവിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ മുസ്ലിമായി മുഅ്മിനീങ്ങളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല അവരുടെ രോഗങ്ങൾ ശിഫാ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءك واعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.